മധുരം നുണഞ്ഞ ഡെന്നി കാപാലം. കേരള കോൺഗ്രസ് എം ജില്ലാ നേതാവും മുൻ ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്നു ഈ സജീവ കൃഷിക്കാരൻ. ഡെന്നി കാപാലം എന്നാൽ സാധാരണക്കാരുടെ മനസ്സിലുള്ളത് മാണി കോൺഗ്രസിന്റെ നേതാവെന്ന് മാത്രമാണ്. എന്നാൽ ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയാലേ യഥാർത്ഥ കഥയറിയൂ. പൊതുപ്രവർത്തനമല്ല, കൃഷിയാണ് തന്റെ ജീവിതമാർഗമെന്ന് ഡെന്നി തെളിയിക്കുന്നു. റബ്ബർ തോട്ടത്തിൽ 16-ലധികം തേനീച്ചപ്പെട്ടികൾ ഇദ്ദേഹത്തിനുണ്ട്. അതിനെ വേണ്ട രീതിയിൽ പരിപാലിച്ചു വരുന്നതിനാൽ പ്രതിവർഷം 1 ക്വിന്റലിലധികം തേൻ ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ മത്സ്യകൃഷിയും ഇദ്ദേഹം നടത്തുന്നു. തിലോപ്പിയ, ആസാം വാള, കട്ല, നട്ടർ തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ടാങ്കുകളിലുള്ളത്. ഇവയ്ക്ക് തീറ്റ കൊടുക്കാൻ അസോള കൃഷിയും വീടിനടുത്തുണ്ട്. കൂടാതെ പശു വളർത്തലും പച്ചക്കറി കൃഷിയും മറ്റൊരു സൈഡിലുണ്ട്. ഇതിനെല്ലാം ഉപരി ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. സ്വന്തം പറമ്പിൽ പണിയെടുക്കാൻ പുറമേ നിന്ന് ആരെയും ഇദ്ദേഹം കൂട്ടാറില്ല. തെങ്ങ് കയറുന്നതും അടയ്ക്ക പറിക്കുന്നതും റബ്ബർ വെട്ടുന്നതുമൊക്കെ ഇദ്ദേഹം സ്വന്തമാണ്. അതിനായി 2 മക്കളും ഭാര്യയും ഇദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. ശരിക്കും മലയോരത്തെ ഒരു മാതൃകാ കർഷക കുടുംബമാണ് ഡെന്നിയുടേത്. ഞാൻ വർഷങ്ങളായി ഈ തേനീച്ച കൃഷി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ വർഷം ഏകദേശം 10-16 പെട്ടികളിലായി തേനീച്ച വളർത്തുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഈ വർഷം നല്ല കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് തന്നെ തേനിന്റെ സീസൺ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ശരിക്കും നമുക്ക് സാധാരണയുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നമുക്ക് നേരത്തെ ജനുവരി മാസവും മഴ കിട്ടിയതുകൊണ്ട് തന്നെ മാർച്ച് മാസത്തിലാണ് യഥാർത്ഥത്തിൽ തേന്റെ വിളവെടുപ്പ് ആരംഭിച്ചത്. ഒരു വർഷത്തെ സീസണിൽ നമുക്കൊരു 8 തവണയെങ്കിലും ചുരുങ്ങിയത് തേന്റെ വിളവെടുക്കാൻ പറ്റും. ഇതിപ്പോൾ പൂർണ്ണമായും തേനീച്ച നിറഞ്ഞ ഒരു കോളനിയാണ്. ഇതിലെ 2 സൂപ്പറുകൾ, ഇതിപ്പോൾ ഫസ്റ്റ് സൂപ്പറാണ്, 2 സൂപ്പറുകൾ നിറച്ചും തേനിപ്പോൾ ആയിട്ടുണ്ട്. ഞാൻ 4 ദിവസം മുൻപ് തേൻ എടുത്തതാണ്. വീണ്ടും ഇപ്പോൾ തേനെടുക്കാൻ റെഡിയായി ഇരിക്കുകയാണ്. രാവിലെ തേനെടുക്കുന്നതാണ് കുറച്ചും കൂടെ ഈച്ചകളധികം ഇളകാതെ നമുക്ക് ഉപദ്രവമില്ലാതെ തേനെടുക്കാൻ സാധിക്കുന്നത് രാവിലെ. പിന്നെ ഇതിന്റെയൊക്കെ 2 സൂപ്പറും നിറഞ്ഞ് 3ാമത്തെ സൂപ്പർ കെട്ടിക്കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇതില് ഈച്ച ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് കർഷകര് പൊതുവെ ഇപ്പോൾ തേനീച്ച വളർത്തലിൽ നിന്നും പിന്തിരിയുന്നുണ്ട്. അത് പല കാരണങ്ങളാണ്. ഒന്ന്, ഇത് സീസണെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഈ തേനീച്ചയുടെ തേനുൽപാദനം. ജനുവരി ഫെബ്രുവരി മാസത്തിൽ നല്ലൊരു മഴ കിട്ടിയാൽ നമുക്ക് ഇതിന്റെ ഉൽപാദനം വളരെ കുറഞ്ഞു പോകും. ഇനിയും ഇപ്പോൾ മാർച്ച് മാസമാണ്. ഇനി ഈ 2-3 ആഴ്ച മഴയില്ലാതെ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ തേൻ കിട്ടുകയുള്ളൂ. ഒരു മഴ പെയ്താൽ വീണ്ടും തേന്റെ സീസൺ പോകും. മറ്റൊന്ന്, ഈ വലിയ തേനീച്ചയെ പരിപാലിക്കാൻ ഇതിന്റെ സീസൺ കഴിഞ്ഞാൽ, മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിന് നമ്മൾ പഞ്ചസാര ലായനി കൊടുത്ത് അടുത്ത വർഷത്തേക്ക് ഇതിനെ പരിപാലിക്കണം. അപ്പം നല്ല പരിശീലനം ഇതിന് ആവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത് കൃഷിസ്ഥലത്ത് നമ്മൾ തേനീച്ചയെ വളർത്തുമ്പോൾ പല ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് തേനിൽ നിന്നുള്ള ഒരു ആദായം, നല്ലൊരു ആദായം നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. അതുകൂടാതെ തന്നെ
കർഷകന്റെ മിത്രമാണ് യഥാർത്ഥത്തിൽ തേനീച്ച. കാരണം ഈ പരാഗണം നടക്കുന്നതിനൊക്കെ തേനീച്ചയുടെ ആ പ്രവർത്തനം വളരെ കർഷകന് ഉപകാരപ്പെടുന്നുണ്ട്. ഇതുപോലെ പൊതുപ്രവർത്തകരെല്ലാം പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ നാട് എന്നേ നന്നായി പോയേനെ.